ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നബൂസ് വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് ഒരു കുഴിമന്തി ആയിട്ടാണ്. അപ്പോൾ വളരെ പെട്ടെന്ന് നമുക്ക് കുഴിമന്തി എങ്ങനെ വീട്ടിൽ തയ്യാറാക്കാം എന്നതിനെ കുറിച്ചിട്ടാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ നമുക്കൊരു പാനിൽ ചിക്കൻ മസാല ഇട്ട് വെക്കാം. അതിനായിട്ട് ചിക്കനിൽ ഉപ്പ്, മുളക്, കുരുമുളക് പൊടി, മന്തി മസാല, ഇവയെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു അരമണിക്കൂർ നമുക്ക് റെസ്റ്റിന് വെക്കാം. അപ്പോഴേക്കും നമുക്ക് അരി വേവിച്ചെടുക്കാം. അതിനായിട്ടൊരു പാനിൽ വെള്ളം വെച്ചിട്ടുണ്ട്. ഞാനിവിടെ ഊറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്, അല്ലാതെ വറ്റിച്ചെടുക്കുന്നതല്ല. ഗ്രാമ്പു, പട്ട, ഏലക്ക, പിന്നെ ഒരു ഉണക്കനാരങ്ങ, പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമുക്കിത് വേവിച്ചെടുക്കാം. നമ്മളിവിടെ ചെയ്യുന്നത് കുക്കർ വെച്ചിട്ടാണ്. അപ്പോൾ അതിനായിട്ട് കുക്കറിലേക്ക് നമ്മൾ സൺഫ്ലവർ ഓയിൽ ഒഴിക്കുക. സൺഫ്ലവർ ഓയിൽ കുറച്ച് കൂടുതൽ വേണം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ഇങ്ങനത്തെ ഒരു അളവ് പാത്രമാണ്. ഇതിലേക്ക് ഗ്രാമ്പു, പട്ട, ഏലക്ക, വലിയ ജീരകം, കുരുമുളക്, ഒരു ഉണക്ക നാരങ്ങ, വളരെ ചെറുതാക്കി അരിഞ്ഞത്, 2 മാഗി ക്യൂബ്, പിന്നെ ആവശ്യത്തിന് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരുന്ന ആ ഓയിൽ ഫുള്ളായിട്ട് അതിലേക്ക് ഒഴിക്കുക. ഈ മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇഞ്ചും വെളുത്തുള്ളി ഇട്ട് ഒരു 5-6 മിനിറ്റ് നമുക്കിത് വഴറ്റിയെടുക്കാം. നേരത്തെ റെസ്റ്റ് ചെയ്യാൻ വെച്ച ചിക്കൻ ഇതിലിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ചിക്കൻ ഇങ്ങനെ പരത്തിയിട്ട് വേണം ഇതിൽ വെക്കാൻ. നമുക്ക് ഇതിലേക്ക് ഊറ്റിയെടുത്ത റൈസ് ഇട്ട് കൊടുക്കാം. റൈസെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് 2 ഉണക്കനാരങ്ങ, 2-3 പച്ചമുളക്, പിന്നെ പച്ചമുളക് വെക്കുന്നത് അതിൻ്റെ ഫ്ലേവർ കിട്ടാനാണ്. അതുപോലെ മഞ്ഞൾപ്പൊടി കലക്കിയ വെള്ളം, വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് കളറും ആഡ് ചെയ്ത് കൊടുക്കാം. ചാർക്കോൾ വെച്ച് ഒരു വിസിൽ വരുന്നത് വരെ നമുക്കിത് അടച്ചു വെക്കാം. അങ്ങനെ നമ്മുടെ കുഴിമന്തി റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് വേറെ പാത്രത്തിലേക്ക് മാറ്റാം. ഇറച്ചിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണുന്നവരിക്കും ബൈ ബൈ.